പ്രിയമുള്ളവരെ, നാട്ടിൽ നിന്ന് ഏറെ ദൂരത്ത് ജീവിക്കുമ്പോഴും തൊഴിലെടുക്കുമ്പോഴും നാടിനെക്കുറിച്ച് നാവിൽ നുണഞ്ഞിറക്കിയ നാട്ടുഭാഷയെക്കുറിച്ച് അതിൻ്റെ വാസന പോലെ ചുറ്റും വ്യാപിക്കുന്ന സാഹിത്യ സംസ്കൃതിയെക്കുറിച്ച് ഒക്കെ ഓർക്കാനും വിചാരിക്കാനും സംവാദത്തിൽ മുഴുകാനുമൊക്കെ നിങ്ങൾ കാണിക്കുന്ന ഈ താല്പര്യം എന്നെപ്പോലെ ഒരാളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ആണ്. മാംഗോസ്റ്റിൻ്റെ തണലിൽ എന്ന പേരിൽ നിങ്ങൾ സിഡ്നിയിലെ സംഘടന സംഘടിപ്പിക്കുന്ന ഈ അഭിനന്ദനാർഹമായ സാംസ്കാരിക സംരംഭം വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ വിശ്വവിഖ്യാതനായ ബഷീറിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സാഹിത്യകലയെക്കുറിച്ച് ഒക്കെയുള്ള ഒരു സമഗ്രമായ ചർച്ചയായി വികസിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രവാസ ജീവിതത്തിൻ്റെ ബഹുകാര്യ വ്യഗ്രതയ്ക്കിടയിലും ഇത്തരം ഇടവേളകൾ സർഗാത്മകമായ ഒരു സന്ദർഭം സൃഷ്ടിക്കാൻ ഉപയോഗിച്ച നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചർച്ച തുടങ്ങി വയ്ക്കാൻ എന്നെ വിളിച്ചതിലുള്ള എൻ്റെ ചാരിതാർത്ഥ്യവും സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ബഷീറിൻ്റെ സാഹിത്യ ലോകത്തെ വളരെ സാമാന്യമായി വളരെ ചുരുക്കം വാക്കുകളിൽ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യ ചരിത്രം നവോത്ഥാന കഥാകാരന്മാർ എന്ന പേരിൽ വിശേഷിപ്പിച്ച ഗണത്തിൽപ്പെട്ട പ്രമുഖനായ ഒരെഴുത്തുകാരനാണ്. അദ്ദേഹത്തോടൊപ്പം തകഴിയുണ്ട്, കേശവദേവുണ്ട്, എസ് കെ പൊറ്റക്കാടുണ്ട്, പൊൻകുന്നം വർക്കിയുണ്ട്, ലളിതാംബിക അന്തർജനമുണ്ട്. മലയാള സാഹിത്യത്തെ, വിശിഷ്യ കഥാസാഹിത്യത്തെ പുഷ്കലമാക്കിയ ഭാവനാശാലികളായ എഴുത്തുകാർ. ഇവർ സാഹിത്യ ചരിത്രങ്ങൾ വിശേഷിപ്പിക്കുന്നത് പോലെ കേവലം നവോത്ഥാനത്തെ തങ്ങളുടെ കഥയ്ക്കും നോവലിലും പ്രമേയമാക്കുക മാത്രമല്ല ചെയ്തത്. നവോത്ഥാനത്തിൻ്റെ പ്രമേയങ്ങൾ കഥകളാക്കി അവതരിപ്പിക്കുക മാത്രമല്ല ചെയ്തത്. മറിച്ച് മലയാള കഥാസാഹിത്യത്തിൻ്റെ നവോത്ഥാനത്തിന് കൂടി ഇവർ നേതൃത്വം വഹിക്കുകയുണ്ടായി. ഒരേ ആകാശത്തിനും ഭൂമിക്കും നടുക്ക് ഒരേ കാലത്തിൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ് ജീവിച്ച ഈ എഴുത്തുകാർ എന്നാൽ പ്രതിഭിന്നമായ എഴുത്തിൻ്റെ രീതികളും ശൈലികളുമാണ് അവലംബിച്ചിരുന്നത് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ആ കൂട്ടത്തിൽ ഒരൊറ്റ ഗോപുരം പോലെ നിൽക്കുന്നു. അനുകരണവും അനുഗമനവും ഇത്രമേൽ അസാധ്യമായ ഒരെഴുത്തു വഴി ഒരു VK-ൻ്റെയോ മാധവിക്കുട്ടിയുടെയോ രചനകളിൽ മാത്രമേ മലയാളത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. പാദസ്പർശമേൽക്കാത്ത ആരോഹകന്മാരുടെ പാദസ്പർശമേൽക്കാത്ത പർവ്വതശീർഷം പോലെ അനുകർത്താക്കൾ ചവിട്ടി മെതിക്കാത്ത ഭാവനയുടെ ഒരു വിജനസരണി പോലെ ബഷീറിൻ്റെ സാഹിത്യ ലോകം നമ്മുടെ മുമ്പിൽ അങ്ങനെ പുഷ്കലമായി നിൽക്കുകയാണ്. ഒരു പക്ഷേ കുമാരനാശാൻ്റെയും നളിനി, ചങ്ങമ്പുഴയുടെ രമണൻ രണ്ടും പ്രണയകാവ്യങ്ങളാണ്. ആ രണ്ട് പ്രണയകാവ്യങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ഗദ്യത്തിലെഴുതിയ ഒരു പ്രണയകാവ്യമാണ് ബാല്യകാലസഖി. ജീവിതത്തിൽ നിന്ന് വക്കിൽ ചോരപൊടിയും വിധം പറിച്ചെടുക്കപ്പെട്ട ഒരേടാണത് എന്ന് MP പോൾ പണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. സാഹിത്യ വിമർശകരുടെ വിമർശനത്തിൻ്റെ പീരങ്കി ഉണ്ടകൾ ഏറ്റുവാങ്ങിയ കൃതിയാണ് തൻ്റെ ശബ്ദങ്ങളെന്ന് ബഷീർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ
എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ നോവലുണ്ട്. ആ നോവല് താരതമ്യേന ബഷീറിൻ്റെ മറ്റു കൃതികളിൽ നിന്ന് താരതമ്യേന വളരെ പ്രസാദാത്മകമായ, വളരെ പ്രകാശപൂർണമായ, വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു കാലമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പാത്തുമ്മയുടെ ആട് തികച്ചും ഭിന്നമായ ബഷീറിൻ്റെ തന്നെ സാഹിത്യകൃതികളിൽ, നോവലുകളിൽ വ്യത്യസ്തമായൊരു നില പാത്തുമ്മയുടെ ആടിനുണ്ട്. എനിക്ക് തോന്നുന്നു ബഷീറിൻ്റെ മാഗ്നം ഓപ്പസ് പാത്തുമ്മയുടെ ആടാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്താ പറയുക, പാത്തുമ്മയുടെ ആട് പെണ്ണുങ്ങളുടെ ബുദ്ധിയെക്കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കഥാകൃത്ത് സക്കറിയ എഴുത്തച്ഛൻ അവാർഡ് നേടിയിട്ട് നടത്തിയ പ്രസംഗത്തിൽ പറയുണ്ടായി, തനിക്ക് ജീവിതാനുഭവങ്ങൾ കുറവാണ്, ആ കുറവ് നികത്തുന്നതിന് താൻ പുസ്തകങ്ങളെയാണ് അവലംബിക്കുന്നതെന്ന്. എന്നാൽ ബഷീറിൻ്റെ തലമുറ ആർജിതമായ അറിവുകളിൽ നിന്നല്ല, ആത്മജീവിതാനുഭവങ്ങളിൽ നിന്നാണ്. ആത്മജീവിതാനുഭവങ്ങളിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് അവരുടെ സാഹിത്യ ജീവിതം ജീവിച്ചു തീർത്തത്. ബഷീറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം മറ്റു പല നിലയ്ക്കും വിചാരിക്കുകയാണെങ്കിൽ ഒരു കുചേലനാണ്. പക്ഷേ അനുഭവത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കുബേരനാണ്. ആരംഭ യൗവനത്തിൽ തന്നെ അദ്ദേഹം നാട് വിട്ടുപോവുകയും ജയിൽവാസം വരിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഊരുതെറ്റിയായി പല നാടുകളിൽ, പല ആളുകൾക്കിടയിൽ, പല ഭാഷകൾ സംസാരിക്കുന്നവർക്കിടയിൽ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബഷീറിൻ്റെ കഥാലോകത്ത് അനുഭവത്തിൻ്റെ വൈപുല്യം മാത്രമല്ല, വൈവിധ്യവും നമുക്ക് കാണാൻ കഴിയും. ഞാൻ വിചാരിക്കുകയാണ്, ബഷീറിൻ്റെ സാഹിത്യം, അദ്ദേഹത്തിൻ്റെ സാഹിത്യ ഭാവന പരിചിതമായ ജീവിതത്തിൻ്റെ നിളാപുളിനങ്ങളിലല്ല ഇളവേറ്റത്, മറിച്ച് അപരിചിതമായ, അജ്ഞാതമായ ജീവിതത്തിൻ്റെ സമുദ്ര സൈകതങ്ങളിലാണ് അതെപ്പോഴും സഞ്ചരിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ബഷീർ, ഞാൻ പറഞ്ഞു, ഇങ്ങനെ പല നാടുകളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ അദ്ദേഹം നാട്ടിൽ വരും. ഇങ്ങനെ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ പാർക്കാൻ അദ്ദേഹം അവിടെ ഒരു വീട് പണിതിട്ടുണ്ട്. ആ വീട്ടിൽ കുറച്ചു കാലം താമസിക്കുന്നതിന് വേണ്ടി ബഷീർ നാട്ടിലെത്തിയപ്പോൾ ആ വീട്, താൻ ഉണ്ടാക്കിയ വീട്, തൻ്റെ അനിയനായ അബ്ദുൽ ഖാദർ മറ്റൊരു കുടുംബത്തിന് വാടകയ്ക്ക് കൊടുത്തിരുന്നു. വാടകക്കാരെ പെട്ടെന്ന് ഒഴിപ്പിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ചു കാലം ബഷീറിന് താൻ ജനിച്ചു വളർന്ന തറവാട്ട് വീട്ടിൽ തന്നെ പാർക്കേണ്ടി വരുന്നുണ്ട്. ആ വീട്ടിൽ താമസിച്ച ഏതാനും ദിവസത്തെ അല്ലെങ്കിൽ മാസത്തെ അനുഭവങ്ങളുടെ ആഖ്യാനമാണ് ഈ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ. അവിടെ ഉമ്മയുണ്ട്, അനിയന്മാരുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, അവരുടെ കുട്ടികളുണ്ട്, പെങ്ങളുണ്ട്, അവരുടെ കുട്ടികളുണ്ട്, അളിയനുണ്ട്, പുറമെ കോഴികളുണ്ട്, പൂച്ചകളുണ്ട്, എലികളുണ്ട്, കാക്കകളുണ്ട്, പരുന്തുകളുണ്ട്. വിശേഷിച്ച് പാത്തുമ്മയുടെ ആട് കഴുത്തിൽ കുടുക്കിടാൻ വിസമ്മതിച്ചുകൊണ്ട് ഈ കഥയുടെ ലോകത്ത് മുഴുവൻ സ്വതന്ത്രമായി വിഹരിക്കുന്നുമുണ്ട്. ഈ കഥ വായിച്ചിട്ട് പലരും വിചാരിച്ചിട്ടുള്ളത്, സാഹിത്യ സംസ്കാരം വേണ്ടത്ര ഇല്ലാത്ത ആളുകൾ ആയ പലരും വിചാരിച്ചിട്ടുണ്ടാവും, ഇതെന്ത് കഥയാണത്, ഇതിലെന്ത് സാഹിത്യമാണുള്ളത്. ഒരു വീട്ടിലെ സാധാരണ ജീവിതം, ആ സാധാരണ ജീവിതത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ നിത്യവൃത്തികളെ എഴുതി വെച്ചാൽ ഇത് സാഹിത്യമാവുമോ എന്നൊക്കെ പലരും സംശയിക്കാനിടയുള്ള ഒരു ആഖ്യാന രീതിയാണ് ഈ പുസ്തകത്തിൽ ബഷീർ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ബഷീറിൻ്റെ അന്യാദൃശമായ കലാവൈഭവത്തിന് നാം സാക്ഷിയാവുന്നത്. അദ്ദേഹം അത്ഭുതകരമായ ഒരു അനുപാതത്തിൽ കലയെയും ജീവിതത്തെയും ഇണക്കിച്ചേർക്കുകയും വിളക്കിയെടുക്കുകയും ചെയ്തിരിക്കുക. മഹാഭാരതത്തിലൊരു ഒരു സന്ദർഭമുണ്ട്. ദേവശില്പിയായ മയൻ ഇന്ദ്രപ്രസ്ഥത്തിൽ ജല സ്ഥല ഭ്രാന്തി
എന്ന് പറയുന്ന ഒരു നിർമ്മിതി, ഒരു അത്ഭുത നിർമ്മിതി, ഒരു വിസ്മയ ശില്പം തീർക്കുന്നുണ്ട്. അവിടെ പരിചയമില്ലാത്തവർ പോയി കഴിഞ്ഞാൽ കര ഏതാണ് ജലം ഏതാണെന്ന് തിരിച്ചറിയാതെ ഉഴലും. സമാനമായ രീതിയിൽ വേണ്ടത്ര വായനാ സംസ്കാരമില്ലാത്ത, സാഹിത്യാനുശീലന സംസ്കാരമില്ലാത്ത വായനക്കാർ ബഷീറിൻ്റെ ഈ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലൂടെ കടന്നു പോകുമ്പോൾ അതിലെ കലായിയുടെ ജീവിതവുമുണ്ട്, കലയുണ്ട്, കരയുണ്ട്, ജലമുണ്ട്. അപ്പം ജലം കണ്ടിട്ട് കരയാണെന്ന് കരുതി കാലിടറി വീഴാൻ ഇടയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല, ഈ ജീവിതം കലയും തമ്മിലുള്ള അതിർത്തി രേഖ വരയ്ക്കുന്നത് സ്വർഗത്തിൽ വെച്ചല്ല എന്ന് വിശ്വവിഖ്യാതനായ സാഹിത്യ ചിന്തകൻ മിഖായൽ ബക്തിൻ പറഞ്ഞ വാക്യം എനിക്കിവിടെ ഓർമ്മ വരികയും ചെയ്യുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഷീർ ചെറിയ മനുഷ്യരുടെ ചെറിയ കഥകളാണ് എഴുതിയത്. നമ്മൾ സാധാരണ പറയില്ലേ ജീവിതത്തിൻ്റെ മുഖ്യധാര, ജീവിതത്തിൻ്റെ രാജപാതകൾ. അങ്ങനെ ജീവിതത്തിൻ്റെ രാജപാതകളിൽ അന്തസ്സുള്ള, അഭിമാനമുള്ള, സമ്പത്തുള്ള, അധികാരമുള്ള, വിലാസമുള്ള, എല്ലാമുള്ള ആളുകളുണ്ട്. അവരുടെ കഥയല്ല, മാർജിനിലേക്ക്, ഓരങ്ങളിലേക്ക്, അതിരുകളിലേക്ക്, അരികുകളിലേക്ക് തള്ളിമാറ്റപ്പെട്ട, ഒരു ചരിത്ര പുസ്തകത്തിലും പേരില്ലാത്ത, അങ്ങനെയല്ലോ ആരും അംഗീകരിക്കാത്ത, മനുഷ്യരാണെന്ന് പോലും പലരും തിരിച്ചറിയാത്ത മനുഷ്യരുടെ കഥയാണ് ബഷീർ എഴുതിയിട്ടുള്ളത്. എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന ഉദാരമായ നവോത്ഥാന സങ്കല്പത്തിൻ്റെ പ്രകാശധാരയാണ് ഈ ബഷീറിൻ്റെ കഥാപാത്ര ചിത്രണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നോവലിനെക്കുറിച്ച് ഞാൻ പറയുന്നത്, ഈ നോവൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച കൃതിയാണെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു ആത്മകഥ കൂടിയാണ്. തൻ്റെ തന്നെ കഥയാണ്, താൻ തന്നെ കഥാപാത്രമാണ്, തൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ് മറ്റ് കഥാപാത്രങ്ങൾ. ഇങ്ങനെ തന്നെ കഥാപാത്രമാക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയൊരു കാര്യമല്ല. തൻ്റെ അകത്ത് നിന്ന് തന്നിൽ നിന്ന് പുറത്ത് കടന്നു തന്നെ നോക്കണം. വളരെ നിർമ്മമമായിട്ട് തന്നെ നിരീക്ഷിക്കാൻ കഴിയണം. നമ്മൾ പറയില്ലേ ആർട്ടിസ്റ്റിക് ഡിസ്റ്റൻസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു അകലത്ത് നിന്നുകൊണ്ട്, തന്നിൽ നിന്ന് പുറത്ത് കടന്ന് ഒരു നിശ്ചിത അകലത്ത് നിന്നുകൊണ്ട് തന്നെ നിർമ്മമമായി നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു ദാർശനിക വൈഭവമുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിലൊരു പുസ്തകം എഴുതാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപകം ഈ ആട് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു കാളിദാസൻ്റെ ശാകുന്തളത്തിൽ ഇങ്ങനെ ആ കാട് മുഴുവൻ മേഞ്ഞ് നടക്കുന്ന ഒരു മാൻപേടയുണ്ട്. അതുപോലെ ഈ നോവലിൻ്റെ പരിസരങ്ങളിൽ മുഴുവൻ ഇങ്ങനെ നടക്കുന്ന ഈ ആട് ആരാണ്, എന്താണ്? മലയാള സാഹിത്യത്തിൽ, മലയാള കവിതയിൽ മറ്റു പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ഒരാട് പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഇടശ്ശേരിയുടെ ബിംബിസാരൻ്റെ ഇടയൻ എന്ന് പറയുന്ന വിഖ്യാതമായൊരു കവിതയുണ്ട്. അതിൽ കവി പറയുന്നുണ്ട്, ആടിനെ, ഇടയനെ, അരചനെ, നീ പെണ്ണാടേ പെറ്റു പല പേരെ, നേടിയതെന്ത് അപവർഗമിതേവരെ, നെടുതാം വീർപ്പുകളല്ലാതെ. പിന്നെ അദ്ദേഹം എഴുതുന്നു, തന്നെ തീറ്റി കൊടുത്തവർ പോറ്റിയെടുപ്പീലാരെ. ആ ആട് തന്നെയാണ് ഈ ആടെന്ന് ഞാൻ വിചാരിക്കുന്നു. അമ്മമാരുടെ, ഭാര്യമാരുടെ, സഹോദരിമാരുടെ, പെൺമക്കളുടെ, സ്ത്രീ സമൂഹത്തിൻ്റെ പ്രതീകം പോലെ. അങ്ങനെ ഉണ്ടല്ലോ, അവരുടെ എന്താണ് കര കാണാത്ത കരുത്തിൻ്റെ, കടലാഴമുള്ള കരുണയുടെ ഒരു മെറ്റഫറായിട്ട് ഈ നോവലിൽ ഈ ആട് ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നോവൽ വായിക്കുന്ന സാധാരണ വായനക്കാരൻ ഇത് സാഹിത്യമാണോ എന്ന് സംശയിക്കും. മാത്രമല്ല, ഇങ്ങനെയൊക്കെ എഴുതുന്നതാണോ സാഹിത്യം എന്ന് വിചാരിക്കും. ഇതാണ് സാഹിത്യമെങ്കിൽ എനിക്കും എഴുതാം എന്ന് ചിലപ്പോൾ കരുതി എന്നും വരും. പക്ഷേ ബഷീർ എഴുതിയതുപോലുള്ള ഒരു വാചകം സ്വയം എഴുതാൻ തുനിയുമ്പോഴാണ് സാഹിത്യം എന്താണ്, സാഹിത്യേതരമായ ഭാഷ എന്താണെന്ന് അവർ അപ്പോൾ തിരിച്ചറിയും. കല ജീവിതമല്ല എന്ന ജ്ഞാനോദയം അപ്പോൾ അവർക്കുണ്ടാവുകയും ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. നവോദയ സിഡ്നി മലയാളി സമാജം സംഘടിപ്പിക്കുന്ന സാഹിത്യ സംവാദ പരിപാടിക്ക് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു.